എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ പലരും പ്രതീക്ഷിച്ചതുപോലെ മെയ് 4 കേരളത്തിലെ റിസൾട്ടിന് ശേഷം മികച്ച ഭൂരിപക്ഷത്തോടുകൂടി VD സതീശന്റെ പ്രവചനത്തെ തുലനം ചെയ്യുന്ന രീതിയിൽ 102 സീറ്റോടുകൂടി കോൺഗ്രസും അതിൻ്റെ കക്ഷികളും ഉൾപ്പെടുന്ന UDF അതിശക്തമായ വിജയം കൈവരിച്ചപ്പോഴും വളരെ പരിതാപകരമായ ഒരു വാർത്താവിശേഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തി നോക്കുന്നത്. അതിശക്തമായ ഒരു വിജയം കൈവരിച്ചിട്ട് പോലും ഐക്യകണ്ഠേന ഒരു യൂണിറ്റിയോടുകൂടി വരും കാല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാൻ പക്വതയില്ലാത്ത അധികാരമോഹികളായിട്ടുള്ള ഒരു പറ്റം നേതാക്കളുടെ കടിച്ചു കീറലാണ് കേരള സമൂഹം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. LDFന്റെ മുഖചിത്രമായി മിസ്റ്റർ പിണറായി വിജയനെയും NDAയുടെ മുഖചിത്രമായി മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരനെയും UDFന്റെ മുഖചിത്രമായി VD സതീശനെയും ടെലിവിഷൻ ചാനലുകളും മറ്റ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുകയും അതിനുശേഷം VD സതീശൻ പ്രതീക്ഷിച്ചതുപോലെ 102-ൽ പരം സീറ്റ് നേടി UDF വിജയക്കൊടി പാറിച്ചപ്പോൾ അദ്ദേഹത്തെ കരുവേപ്പില പോലെ എടുത്തു ചാടാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ നടക്കുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. അതിനു മുമ്പ് LDFന് എന്ത് സംഭവിച്ചെന്നു കൂടി വിലയിരുത്തിയിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും കേട്ടോ. അതായത് മാസത്തിൻ്റെ പ്രപഞ്ചദീക്ഷിണമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനം മനുഷ്യ സമൂഹത്തിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ അവരുടെ ചരിത്രത്തിലേക്കും സാമൂഹിക വികാസത്തിലേക്കും സന്നിവേശിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അപ്രതീക്ഷിതമായ ഉണ്ടായിട്ടുള്ള വളിയുടെ ഭാഗമായിട്ടാണ്